ഹായ് ഓൾ. +1 അല്ലെങ്കിൽ +2 ഒരു കുട്ടി തോറ്റു എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് +1 മാത്രം അല്ലെങ്കിൽ +2 മാത്രം തോൽവിയാണെന്ന് നമുക്കൊരിക്കലും കരുതാൻ കഴിയില്ല. കാരണം അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ കുട്ടി ഒരു മിഡിൽ സ്കൂൾ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 8, 9, 10 കൃത്യമായിട്ടുള്ള കൺസെപ്റ്റ് ക്ലാരിറ്റിയും അതുപോലെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും +1 +2 തോറ്റു എന്നുള്ള വാർത്ത പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഈ പറഞ്ഞ ഹൈസ്കൂൾ ലെവലിൽ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ, ഒരു ഫൗണ്ടേഷൻ കിട്ടിയില്ലെങ്കിൽ, ആ +1 എത്തുമ്പോൾ ആ കുട്ടി പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഫിസിക്സിൽ എത്രയോ ഫോർമുലകളുണ്ട്, അത് ചെയ്യാൻ എനിക്ക് അറിയില്ല. മാത്സ് ഭയങ്കര കൺഫ്യൂഷൻസ് ആണ്. കെമിസ്ട്രി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ പറയുന്ന ഒരു കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഹൈസ്കൂൾ ലെവലിൽ അല്ലെങ്കിൽ മിഡിൽ സ്കൂളിൽ കിട്ടേണ്ട പ്രോപ്പർ ആയിട്ടുള്ള കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ടാണ് അത് +1 +2 കുമിഞ്ഞുകൂടി അവസാനം ആ കുട്ടി തോറ്റു എന്ന് പറയുന്ന വാർത്തയിലേക്ക് പലപ്പോഴും നാം കേൾക്കാൻ സാഹചര്യം ഉണ്ടാക്കി തീർക്കുന്നത്. ഹൈസ്കൂളിൽ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്താലുള്ള മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു കുട്ടികളാവും എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ V = U+AT എന്നുള്ള ഇക്വേഷൻ ഒരു പക്ഷേ അവൻ മെമ്മറൈസ് ചെയ്തിട്ടുണ്ടാകും എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പോ. അതുമല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെമ്മറൈസേഷൻ മാത്രം നടന്നുകൊണ്ട് പിറ്റേന്ന് എക്സാമിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടാകും. പക്ഷേ കൺസെപ്റ്റ് അവിടെ ക്ലിയർ അല്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് വെലോസിറ്റി എന്നും എന്താണ് ആക്സലറേഷൻ എന്നും അത് മോഷനുമായിട്ട് എന്ത് റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നതെന്നും ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ലാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറിയിൽ നല്ല വെള്ളം കുടിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മാത്രവുമല്ല +2 കഴിഞ്ഞാലുള്ള എല്ലാവിധ എക്സാമുകളും ഇപ്പോൾ കോമ്പറ്റീഷൻ എക്സാം ആയി കഴിയുകയും ചെയ്തു. അതോടുകൂടിയിട്ട് ഈ പറഞ്ഞ ഏറ്റവും മികച്ച കുട്ടികളെ മാത്രം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ എക്സാമിൽ കുട്ടികളെ കുഴപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തലതിരിഞ്ഞ ക്വസ്റ്റ്യനുകളും വരുമെന്നും ഇവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ട് ഏറ്റവും ബേസിക് ആയിക്കൊണ്ട് ഫൗണ്ടേഷൻ എന്നുള്ള രൂപത്തിൽ തന്നെ നമ്മുടെ മക്കൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നൽകി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്താലുള്ള മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിൽ ഒരു വലിയൊരു പ്രഷർ എപ്പോഴും അവൻ്റെ മുകളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ബേസിക് കൺസെപ്റ്റുകൾ അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ബേസിക് കാര്യങ്ങളും അവൻ +1 പഠിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് +2 എത്തുമ്പോഴേക്കും അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനും വരും. ഒരു കോമ്പറ്റീഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ടഫായിട്ടുള്ള ഏരിയകളും അറിയേണ്ടി വരും. സ്കൂൾ എക്സാമിന് അതിനേക്കാളും കുറച്ച് ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസും അവൻ പരിചയപ്പെടേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും വെറും 2 വർഷം കൊണ്ട് തൻ്റെ തലയിലേക്ക് കുത്തി നിറക്കുന്ന ഒരു പരിപാടിയായിരിക്കും അവർക്ക് ഹയർ സെക്കൻഡറിയിൽ നേരിടേണ്ടി വരിക. ഇതൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പല കുട്ടികളും എന്ത് ചെയ്യുന്നത്, അവർ പ്രഷർ കാരണം പല രൂപത്തിലുള്ള മെൻ്റൽ ഡിസോർഡേഴ്സും പലപ്പോഴും കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് എക്സാമുകളിൽ ജയിക്കാൻ കഴിയാതെ അവസാനം തോറ്റുപോകുന്ന, താൻ ജീവിതത്തിൽ ഒന്നിനും പറ്റുന്നവനല്ല എന്നൊക്കെ സെൽഫ് ഡിപ്രസ്ഡ് ആകുന്ന ഒരുപാട് കുട്ടികളെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഈ പറഞ്ഞ പോലെ ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ ലെവലിലെങ്കിലും കൃത്യമായ ഫൗണ്ടേഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഹൈസ്കൂൾ ലെവലിൽ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നതോടുകൂടി ഒരു കുട്ടിക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവുമൊക്കെ സ്വാഭാവികമായിട്ടും വളർന്നു വരുന്നുണ്ടാകും. മാത്രവുമല്ല അവർക്ക് ഫ്യൂച്ചറിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് കുറച്ചും കൂടി ഫ്രീ ടൈമോട് കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 8, 9, 10, +1, +2 ഈ 5 വർഷത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന പല കുട്ടികളിലും ഒരു വർഷം കൊണ്ട് അവർ തലയിലേക്ക് അടിച്ചു കയറ്റുന്ന സമയത്ത്, അതേ സമയത്ത് തന്നെ 8 നിന്നും ഫൗണ്ടേഷൻ ആരംഭിക്കുന്ന ഒരു കുട്ടിക്ക് 5 വർഷമുണ്ട് അവർക്ക് JEE NEET പോലുള്ള ഒരു കോമ്പറ്റീഷൻ എക്സാം എഴുതുവാനുള്ള സമയം. കുറച്ചുകൂടി സാവധാനത്തിൽ കാര്യങ്ങളെ പഠിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഫൗണ്ടേഷൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ടുള്ളത്. സോ ഫൗണ്ടേഷൻ ഇത്ര നേരത്തെ തന്നെ കുട്ടികൾക്ക് നമ്മൾ ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യണോ എന്ന് ചോദിക്കുന്നവരോട് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും കൂടുതൽ ഹാർഡായിട്ട് പഠിക്കുക എന്നുള്ളതല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി ക്രിസ്റ്റൽ ക്ലിയർ ആയിക്കൊണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് മാത്രമാണ്. അതിനാണ് എക്സാൻവൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഉള്ളത്. 6 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. താങ്ക്